ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ശ്രീകല വേണു. നമ്മൾ 50 വയസ്സും 70 വയസ്സിന് ഇടയിലുള്ള ലേഡീസിൻ്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിൽ ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ കാര്യങ്ങൾ ഹാപ്പി ഹോർമോൺസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തനിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹോർമോൺസാണ് ഹാപ്പി ഹോർമോൺസ്. അതിനെ നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അപ്പം 4 തരം ഹാപ്പി ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അത് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമിൻ. അങ്ങനെ 4 ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. എല്ലാ രോഗങ്ങളും തടയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പരിധിവരെ നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം മാനസിക സമ്മർദ്ദങ്ങളാണല്ലോ. അതുകൊണ്ട് ഈ ഹോർമോണുകളെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ: ഒന്ന്, രാവിലെ എഴുന്നേറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അടുത്തതായിട്ട് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങളെയാകാം, അയൽവാസികളെയാകാം, ഫ്രണ്ട്സിനെയാകാം, അതല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റിനെയാകാം. അപ്പം നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഈ 50 വയസ്സൊക്കെ കഴിയുന്ന ലേഡീസ് പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. മക്കളെല്ലാം ജോലിക്കോ അല്ലെങ്കിൽ വിദേശത്തോ അല്ല ഹോസ്റ്റലിലോ ഒക്കെ പോയിരിക്കുന്ന സമയത്ത് പാരൻസ് മാത്രമാകും അതിൽ ലേഡീസിനെ സംബന്ധിച്ച് അവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പെറ്റിനെ സ്നേഹിച്ചാലും നമുക്ക് ഈ പറയുന്ന ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് കിട്ടും. അടുത്തത് നമുക്ക് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇത് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ അവരെ ഒന്ന് അംഗീകരിക്കുക, അവരെ കൊള്ളാം, നല്ലതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. അടുത്തത് നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്നതാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് നമ്മളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ കുറച്ച് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഹോർമോണാണ് ആ ഹോർമോൺ. അപ്പം ഈ 4 ഹോർമോണുകളെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയും സ്ട്രെസ് ഹോർമോണുകൾ ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റും. ഓക്കേ.